പെരുന്നാളിനെ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണല്ലോ, അല്ലേ? ഇപ്പൊ ഈവൻ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പെരുന്നാളിന് പടക്കം പോലും പൊട്ടിക്കാണ്ടായി പോയി. പെരുന്നാളിന് പടക്കം പോലും പൊട്ടിക്കൽ തെറ്റാണ് എന്നുള്ള ധാരണയാണ്. ചെറിയമുണ്ട് കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരതാണ്, കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ ഒരു ഫത്വ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് പെരുന്നാളിന് പടക്കം പൊട്ടിക്കൽ ഒരു പക്ഷെ സുന്നത്ത് വരെ ആകുന്നതാണ്, അതിന്റെ നിയത്തിനനുസരിച്ചിട്ട്. ഹദർമി ഉലമാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാര് അവര് പെരുന്നാൾ ദിവസമായാല് ഖാദിമീങ്ങളെ വിട്ടിട്ട് പടക്കം വാങ്ങിപ്പിക്കും. എന്നിട്ട് തന്റെ വീട്ടിലെ ചെറിയ കുട്ടികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കൊണ്ട് നന്നായിട്ട് പടക്കം പൊട്ടിപ്പിക്കും. ഇപ്പൊ എന്റെ ഉപ്പ KP അബ്ദുൽ മജീദ് മാസ്റ്റർ അവരൊക്കെ അങ്ങനെ പടക്കം പൊട്ടിച്ചിരുന്നു. EK സംസ്ഥയുടെ കേന്ദ്ര മുശാവർ അംഗമായ TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാര് എന്റെ ഉപ്പയുടെ പെങ്ങളുടെ മകനാണ്, അതായത് കുത്തുബിയുടെ മകളെ മകനാണ് അവര്. അപ്പോ അവരോട് ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോ അവർ പറഞ്ഞിരുന്നു അവരെ കൊണ്ടൊക്കെ കുത്തുബി പെരുന്നാൾ ദിവസം നന്നായിട്ട് പടക്കം, ഈ പൂത്തിരി, കമ്പിത്തിരി, പൊട്ടാസ് ഇതൊക്കെ പൊട്ടിപ്പിക്കുമായിരുന്നു പെരുന്നാളിന്റെ ദിവസം പോലും. അപ്പോ ഒരു ആഘോഷത്തിനുള്ള ചില ആസ്വാദനങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ആ ദിവസം നമുക്ക് ആനന്ദകരമാക്കാൻ ഇപ്പോ അതിന്റെ മസലകൾ ചില ആളുകൾ, വലിയ വലിയ ആലിമീങ്ങളൊന്നും അതിനെ എതിർക്കുന്നതൊന്നുമല്ല, എങ്കിലും ചില ആളുകൾക്ക് അതിനെ തെറ്റിദ്ധരിച്ച് എതിർക്കുന്നത് കാണാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കേരളത്തിലേക്ക് വന്ന സെലഫി പ്രസ്ഥാനങ്ങൾ നമ്മളിൽ പോലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് പെരുന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു ജീവനില്ലാത്ത പെരുന്നാളായി നമ്മുടെ നാട്ടിലെ പെരുന്നാളുകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം ഗംഭീരമായ ആഘോഷ പരിപാടികള് മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ജാസിർ ഉസ്താദിന്റെ കമന്റ്, കിഴിയൻ ഉസ്താദ് പറയുന്നത്രേ പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെന്ത് പെരുന്നാള് എന്ന്. നമ്മുടെ നാട്ടില് നമ്മളിത് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളും കിഴിയൻ ഉസ്താദും സദഖത്തുള്ള ഉസ്താദും ഷാലിയാത്തിയും അങ്ങനെ തുടങ്ങി പഴയകാല മഹാന്മാരൊക്കെ വളരെ ശക്തമായി പെരുന്നാൾ ദിവസം പടക്കം പൊട്ടിക്കാൻ പിന്തുണച്ചിരുന്ന ആളുകളായിരുന്നു. പെരുന്നാളിനെ അങ്ങനെ തന്നെ നമ്മൾ ആഘോഷിക്കണം. നമ്മളെ കുട്ടികളിലേക്ക് അപ്പോഴല്ലേ പെരുന്നാൾ രാവിലെ പൂത്തിരിയും കമ്പിത്തിരിയും പടക്കമൊക്കെ പൊട്ടിക്കുമ്പോഴല്ലേ ഒരു ആഘോഷം, അവരിലൊരു സന്തോഷം ഉണ്ടാവുക. അതൊന്നും ഇല്ലാതെ അവരിങ്ങനെ അടങ്ങിയിരുത്തിയാൽ സന്തോഷം ആഘോഷമൊക്കെ അസ്തമിച്ചു പോയില്ലേ? നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയമായ ഒരു ഊഷരത നമ്മുടെ ഇത്തരം ചില തെറ്റായ ഈ ഇസ്ലാമിന്റെ ആസ്വാദന തലങ്ങളെ, ആഘോഷ തലങ്ങളെ, സർഗാത്മക തലങ്ങളെയൊക്കെ വെട്ടിനുറുക്കിയിട്ട് ഉണങ്ങി വരേണ്ട ഒരു ഇസ്ലാമിനെ നമ്മൾ പ്രതിഷ്ഠിച്ചെടുത്തു. ഇത് മാത്രമാണ് ഇസ്ലാം, ഇതിനപ്പുറത്തുള്ളവരൊക്കെ ഇസ്ലാം എന്ന് പുറത്തുപോയ ആളുകളാണ് എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ എത്തിയെടുത്ത് നിന്നാണ് ആത്മീയതയില് വല്ലാത്തൊരു ഊഷരത അനുഭവിക്കുകയും നമ്മളൊക്കെ ഇങ്ങനെ ദാഹിച്ചു വരളുകയും ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ടാണ്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഏവർക്കും 1000 ഈദ് മുബാറക്. തഖബ്ബലല്ലാഹ് മിന്ന വമിൻകും അമലൻ സാലിഹ. ഈ ചെറിയ പെരുന്നാളോടനുബന്ധമായിക്കൊണ്ട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു ചാനലിലാണ്. ഈ പറയപ്പെട്ട ഓൺലൈനിൽ ഇരുന്നു കൊണ്ട്, ക്യാമറയ്ക്ക് മുൻപിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ മൊബൈലിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള അപസർപ്പക കഥകൾ പറയുവാൻ ഇവർക്ക് പ്രചോദനമായത് എന്താണ്? അള്ളാന്റെ ദീനുമായിട്ട് ഒരു ബന്ധവുമില്ലാതായി എന്നുള്ളതാണ്. പടക്കം പൊട്ടിക്കല് അത് ശക്തമായ സുന്നത്താണ് എന്ന് പോലും പറയുന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത്. അതെങ്ങനെ? കമ്പിത്തിരി, മത്താപ്പ്, പൊട്ടാസ്, ഗുണ്ട്, ഔട്ട് അതൊക്കെ പാടെ പൊട്ടിക്കുന്ന രൂപത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുൻപ് ഒരു 4 മാലപ്പടക്കം, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് 4 ഗുണ്ട്, അങ്ങനെ വെക്കുക. അത് സുന്നത്താണെന്നും പറഞ്ഞിട്ട് പെരുന്നാൾ നമസ്കാരം തന്നെ സുന്നത്താണ്. ഇനി അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള പടക്കം പൊട്ടിക്കലും സുന്നത്താക്കുക അല്ലേ? അപസർപ്പ കഥകൾ എന്ന് നേരത്തെ പറഞ്ഞത് യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളതാണ്. പിന്നെ കുത്തുബി പൊട്ടിച്ചിരുന്നു, ഏതൊക്കെ സദഖത്തുള്ള മൗലവി പൊട്ടിച്ചിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ ഏതെങ്കിലും സദഖത്തുള്ള മൗലവി പൊട്ടിച്ചതല്ല ദീനുൽ ഇസ്ലാമിൽ തെളിവ്. ഈദ് ആഘോഷം തന്നെയാണ്. നമുക്ക് 2 ഈദുകൾ ഇസ്ലാമിൽ ഉണ്ട്. അത് ഒന്ന് ചെറിയ പെരുന്നാളാണ്, 2 ബലിപെരുന്നാളാണ്. ഈ 2 പെരുന്നാളുകളും മുസ്ലിങ്ങള് ആഘോഷിക്കാറുണ്ട്. അത് ഈ രൂപത്തില് പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെയല്ല. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ പോലെയല്ല. അതുപോലെ തന്നെ ഈ ന്യൂ ജനറേഷൻ, അതിനു മുമ്പെയുള്ള ജനറേഷൻ ഒക്കെ ഈ ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ടല്ലോ, അതുപോലെയുമല്ല. അതുപോലെ തന്നെ ഇപ്പോ അടുത്ത് നടന്ന വിഷു ആഘോഷിക്കാറുണ്ടല്ലോ, അതുപോലെയുമല്ല. ക്രിസ്മസ് പോലെയുമല്ല.
അതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് സുന്നത്ത് എന്നുള്ളത് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്, ആഘോഷിക്കേണ്ടത്. പുത്തൻ ഉടുപ്പുകൾ, മറ്റുള്ള കാര്യങ്ങൾ, ഈ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് പെരുന്നാളായിട്ട്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നില്ല. എന്തായാലും പെരുന്നാൾ സംബന്ധമായിക്കൊണ്ട് എന്തൊക്കെയാണ് സുന്നത്തുകൾ എന്ന് വിശദീകരിക്കപ്പെടുന്ന ഒരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. മനസ്സിലാക്കുക, സത്യം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചെറിയ പെരുന്നാളായാൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് അൽ-ഇഗ്തിസാൽ. അന്നേ ദിവസം നമ്മൾ നന്നായി ഒന്ന് കുളിക്കണം. രണ്ടാമത്തത് നല്ല വസ്ത്രം ധരിക്കലും ശരീരമൊക്കെ വൃത്തിയാക്കലും, മുടി വെട്ടുക, അതേപോലെ തന്നെ മറ്റു ഗുഹ്യഭാഗങ്ങളിലൊക്കെയുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക, നഖം വെട്ടുക. ഈ രൂപത്തിൽ ശരീരം ശുദ്ധിയാക്കുകയും ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർക്ക് നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അവർക്ക് പുറത്തിറങ്ങാമെങ്കിലും സ്ത്രീകൾക്കും പുതിയ വസ്ത്രം ധരിക്കുന്നതിനോ മറ്റോ വിരോധമില്ല. എന്നാൽ അവർ സുഗന്ധം ഉപയോഗിക്കുകയോ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിച്ചുകൊണ്ട് അവർ പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലിയഖുറുജുന വഹുന്ന തഫിലാത്തുൻ. അവർ തഫിലാത്തുകളായിട്ട് പോകണം, അഥവാ സുഗന്ധം പൂശാത്തവരായി, അതേപോലെ തന്നെ ഔറത്ത് വെളിവാക്കാത്തവരായി കൊണ്ടൊക്കെ അവർ പോവേണ്ടതാകുന്നു. മൂന്നാമത്തത്, ഈദ് ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ്, പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് വല്ലതും കഴിക്കൽ, പ്രത്യേകിച്ചും ഈത്തപ്പഴമാണെങ്കിൽ അത് കൂടുതൽ സുന്നത്താണ്. നാലാമത്തത്, ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് നടന്നു പോവലാണ് സുന്നത്ത്. അഞ്ചാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ വഴിയിൽ നിന്നും വ്യത്യസ്തമായ വഴിയിലൂടെയായിരുന്നു തിരിച്ചു വന്നിരുന്നത്. ആറാമത്തത്, മുസല്ലയിലേക്ക് പോവുക എന്നുള്ളത്, അഥവാ ഈദ്ഗാഹിലേക്ക്, പള്ളിയിലേക്കല്ല. പള്ളികളിലല്ല പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത്, ഈദ്ഗാഹുകളിലാണ്. അതാണ് കൂടുതൽ ഖൈറായിട്ടുള്ളത്. എന്നാൽ പള്ളികളിൽ വെച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ ഈദ് നമസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സമില്ലതാണ്. ഏഴാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് തക്ബീറുകൾ മുഴക്കുക എന്നുള്ളതാണ്. എട്ടാമത്തത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ പ്രത്യേകമായ മറ്റു സുന്നത്തുകളില്ല. നമ്മൾ ളുഹറിന് മുമ്പും അതേപോലെ തന്നെ മഗ്രിബിന് മുമ്പും ശേഷവും ഇശാഇന് മുമ്പും ശേഷവും ഒക്കെ നിർവഹിക്കുന്നത് പോലെ ഈദ് നമസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കാരമില്ല. ഒമ്പതാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത്, സത്യവിശ്വാസികൾ അന്ന് പരസ്പരം കണ്ടാൽ അവർ സലാം പറയുകയും കൈകൊടുക്കുകയും ഒക്കെ ചെയ്യാം, സന്തോഷം പ്രകടിപ്പിക്കാം. കൂട്ടത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്നുള്ള ദുആ, അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. ചില ആളുകൾ സാലിഹൽ അഅമാൽ എന്ന് പറയാറുണ്ട്. അത് ഹദീസുകളിലൊന്നും അസറുകളിലൊന്നും സ്ഥിരപ്പെട്ടതല്ല. മറിച്ച് സാലിഹുൽ അഅമാലാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമ്മുടെ അമലുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ എന്നുള്ള നിലക്ക് തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്ന് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് പല റിവായത്തുകളിലും സ്വഹീഹായ നിലക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പത്താമത്തത്, അന്നേ ദിവസം നമുക്ക് ഹറാമല്ലാത്ത നിലക്കൊക്കെ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്നതാണ്. അന്ന് കുടുംബത്തിൽ പോവുക, കുടുംബബന്ധം ചേർക്കുക, ഇഷ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ കൂടെ കൂടുക, അവരെ സന്ദർശിക്കുക. അതേപോലെ തന്നെ ഇസ്ലാം അനുവദിച്ച ആഹ്ലാദങ്ങളെല്ലാം അന്നാകാം.